വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണെന്ന സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥനെ മൃഗീയമായി തല്ലി. അവന്റെ ബാച്ചിലുള്ളവർക്കും അക്രമത്തിൽ പങ്കുണ്ട്. പലരും പുറത്ത് നല്ലവരായി അഭിനയിക്കുകയാണെന്നും ഈ സുഹൃത്ത് പറയുന്നു. സഹപാഠിയുടെ ഓഡിയോ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. ആദ്യം അത് കേൾക്കാം. മൃഗീയമായിട്ട് അവന് പട്ടീനെ തല്ലണം, അത് അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത് കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. ഈ വിദ്യാർത്ഥിയുടെ ഓഡിയോ സന്ദേശം പോലീസിന് കൈമാറിയെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം അറിയിച്ചു. മരണം എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളേജിലുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അറിയിച്ചതാണ്. ആരെന്നറിയില്ല. ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അങ്കിളെ ഇങ്ങനെയാണ്, ഇത് വിട്ടുകളയല്ലേ, ഇതൊരു കൊലപാതകമാണ്, അവരെ ശിക്ഷിക്കണം, സിദ്ധാർത്ഥൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, സിദ്ധാർത്ഥനെ കൂട്ടുകാരെല്ലാവരും കൂടി ചെയ്യിച്ചതാണ്. എന്നെ വിളിച്ച് സംസാരിച്ചാണ്. ആരാണെന്നൊന്നും എനിക്കറിയില്ല. അത് അവർ സേഫിന് വേണ്ടി അവർക്ക് ആരെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറെ DYSP സാറിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് പേടിയാണ്. കുട്ടിയുടെ വോയിസിലുള്ള ഇത് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവന് പഠിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പോലും പറ്റില്ല എന്നുള്ള പേടി കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും മാധ്യമങ്ങൾ ആരെടുത്തും സംസാരിക്കാനും പേടിയാണ്. സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഈ സഹപാഠിയുടെ ഓഡിയോ സന്ദേശമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. സിദ്ധാർത്ഥൻ ക്രൂരപീഡനത്തിനിരയായി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഈ സഹപാഠി പറയുകയും ചെയ്യുന്നത്. ഏറെ നിർണായകമാകുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൻ്റെത്. എന്താണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ? വിനിത, തുടക്കം മുതൽ തന്നെ സിദ്ധാർത്ഥനെ കൊന്നതാണ് എന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരം ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് തന്നെ ഈ സിദ്ധാർത്ഥിന്റെ സഹപാഠി അയച്ചൊരു ഓഡിയോ സന്ദേശമാണ് ഈ കേൾക്കുന്നത്. അതിൽ കൃത്യമായി സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നതാണ്, ഏത് രീതിയിൽ സിദ്ധാർത്ഥ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശമാണ്. കൃത്യമായി അതിൽ പറയുന്നുണ്ട്, മൃഗീയമായാണ് സിദ്ധാർത്ഥിനെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഈ കോളേജ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പോകുന്നവരും വരുന്നവരും ഒക്കെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവന്റെ ബാച്ചിലുള്ളവർ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ നിർണായകമായ കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നതാണ്. പുറത്ത് നല്ലവരായി അഭിനയിക്കുന്നവരാണ് അകത്ത് ഇത്തരത്തിൽ കഴുകന്മാരുടെ മനസ്സോടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. താൻ അടക്കമുള്ളവർ ഈ മർദ്ദിക്കുന്നത് കണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഈ വിദ്യാർത്ഥി പറഞ്ഞതിന്റെ ചെറിയൊരു ശകലം മാത്രമാണ് ഇപ്പോൾ ഓഡിയോ സന്ദേശമായി ലഭിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും കുടുംബം പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മൊഴിയായി തന്നെ ഈ കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ കുടുംബം പറയുന്ന ഈ തല്ലിക്കൊന്നതാണ്, ഈ മർദ്ദനത്തിന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ്. ഇത്തരത്തിൽ ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി പോലീസ് അടുത്ത ഘട്ട നടപടികളിലേക്ക് കൂടി കടക്കുക എന്നതാണ്. ഏതായാലും ഈ സുഹൃത്ത് പ്രതികരിക്കുമോ, അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെയും ഒരു സുഹൃത്തും തയ്യാറായിട്ടില്ല. അത് ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നത്, അതായത് ബന്ധുക്കളോട് സംസാരിച്ചെങ്കിൽ പോലും തങ്ങൾക്ക് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഇത് തുറന്നു പറയാനോ ബുദ്ധിമുട്ടുണ്ട്. ഈ കോളേജിലെ തന്നെ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ മറ്റ് അധ്യാപകരുടെ ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ഭീഷണി അടക്കം നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ കഴിയില്ല, പേടിയാണ്. അതുകൊണ്ട് ആ പേടിയുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ ഭയപ്പെടുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഡിയോ സന്ദേശം മാത്രം ഇപ്പോൾ ഈ തിരിച്ചറിയാതിരിക്കാനുള്ള പാകത്തിന് തന്നെ ഈ ഓഡിയോ സന്ദേശം ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ അന്വേഷണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നൊരു ആവശ്യം പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സഹപാഠിയുടേത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല വിദ്യാർത്ഥികൾക്കും പേടിയാണ്. ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച വിവരം പലർക്കും അറിയാമായിരുന്നു, പക്ഷേ അവരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ പ്രതികൾ. കാരണം പുറത്തറിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ സാധിക്കില്ല, നിങ്ങളെ കാണിച്ചു തരാമെന്ന മട്ടിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് എന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിൽ ഓരോ വിദ്യാർത്ഥികളും അവരുടെ രഹസ്യമായി തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ അച്ഛൻ പറയുകയും ചെയ്തതാണ്. എന്താണ് ഇപ്പോൾ പുറത്ത് പറയാൻ തക്ക വിധത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യമെന്നാണ് പറയുന്നത്? പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ അമ്മാവനുമായി ഈ കുട്ടികൾ സംസാരിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുനിഷയോട് അക്കാര്യം അമ്മാവൻ പറയുന്നുമുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴും ആരാണ് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്?
വിനിത, ഒരു കുട്ടി മാത്രമല്ല, ഇനിയും ഒരുപാട് പേർ ഈ കാര്യങ്ങൾ തന്നെ ഈ വീട്ടുകാരോട് അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചിലർ തങ്ങളെ ഇത് മാധ്യമങ്ങളോട് പറയാൻ വിലക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ പേടിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും പലരുമായി കോൺടാക്ട് ചെയ്യാനും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഭയപ്പെടുന്നു എന്നൊരു അത്തരത്തിലുള്ളൊരു മറുപടി തന്നെയാണ് കുടുംബത്തിന് അവർ നൽകുന്നത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഇവരോട് പറയുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പോലും സുഹൃത്തുക്കൾക്ക് ഇത് പേടിയാണ്. പലരും ആരൊക്കെയോ തന്നെ നേരത്തെ ഈ സിഞ്ചു അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തുന്നു എന്നതായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. ഇത്തരത്തിലുള്ളൊരു കൂട്ടം തന്നെ കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തങ്ങളെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സുഹൃത്തുക്കൾ, ഈ സഹപാഠികളിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തുറന്നു പറച്ചിലിന് തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിനെ കുറച്ചുകൂടി സാധൂകരിക്കുന്ന രീതിയിൽ ഈ ഓഡിയോയുടെ ചെറിയൊരു ശകലഭാഗം മാത്രമാണ്, അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നത് തന്നെയാണ് കുടുംബവും അറിയിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ കാര്യത്തിൽ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥ് കൃത്യമായി മൃഗീയമായ പീഡനത്തിനിരയായിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്, തങ്ങളത് കണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സന്ദേശത്തിലുണ്ട്. ഇത് കുടുംബം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ പൂർണ്ണമായും ഇത് കേട്ടതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. സുനിഷ, അതായത് ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഒരു വിഭാഗം പ്രതികളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇനിയും ബാക്കി പ്രതികൾ ഒളിവിലാണ്. അപ്പോഴും ആരാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് മറ്റ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി, പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളെ, സഹപാഠികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണ്? അതിൽ സിദ്ധാർത്ഥന്റെ ഉറ്റ സുഹൃത്തുക്കൾ വരെ ഈ മർദ്ദിച്ചവരിൽ ഉണ്ടെന്നാണല്ലോ കുടുംബത്തിന്റെ ആരോപണം. തീർച്ചയായിട്ടും വിനിത, അത്തരത്തിലൊരു കാര്യത്തിലേക്ക്, അതായത് ആരാണ് ഈ ഭീഷണിക്ക് പിന്നിൽ എന്നത് വെളിപ്പെടുത്താനും കുട്ടികൾ ഏതായാലും തയ്യാറായിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് പേടിയുണ്ട് ഈ കാര്യങ്ങൾ പറയാൻ. അത് തങ്ങളുടെ ഭാവിയെ ബാധിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നതും പറയുന്നത്. അപ്പോഴും ആരാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ ഭീഷണിയുമായി വരുന്നുണ്ടോ എന്നതിൽ കൃത്യമായ ഒരു പേരോ അല്ലെങ്കിൽ വിവരങ്ങളോ നൽകാൻ ഈ സഹപാഠികൾ തയ്യാറായിട്ടില്ല.